ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ ജോർജിയൻ ട്രിപ്പിലെ സെക്കൻഡ് ഡേത്തെ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ രാവിലെ തന്നെ ടിബിൽസിന്ന് ചെക്ക് ഔട്ട് ചെയ്തിട്ട് നമ്മുടെ പ്ലാൻ പ്രകാരം കസ്ബേഗിലോട്ടാണ് പോകേണ്ടത്. ഈ കസ്ബേഗിൽ പോകുന്ന വഴി ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാനുണ്ട്. ഫസ്റ്റ് തന്നെ നമുക്ക് കിട്ടുക സിൻ വാലി റിസർവോയറാണ്. പിന്നെ അതിനുശേഷം അനനൂരി ഫോർട്ടേഴ്സ്, ജോർജിയ റഷ്യ ഫ്രണ്ട്ഷിപ്പ് മോണുമെൻറ്റ്, ഇടയിൽ ഗുദോരി വരുന്നുണ്ട്. അതുപോലെ പിന്നെ അതിനുശേഷം നമ്മൾ പോകാൻ പോണത് കസ്ബേഗിലോട്ടാണ്. കസ്ബേഗി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അറിയപ്പെടുക സ്റ്റെപ്പൻ സ്മിന്ത എന്നാണ്. നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകുന്ന ഈ വഴി എന്ന് പറഞ്ഞാൽ ജോർജിയൻ മിലിറ്ററി ഹൈവേ ആണ്. നമ്മളിപ്പോൾ സിൻ വാലി റിസർവോയറിലോട്ട് എത്താനായി. ഇവിടെ എത്തുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല തിരക്ക് കാണാം. ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ലൊരു ക്ലൈമറ്റുമാണ്, എന്നാൽ ചെറുതായിട്ട് മഴയൊക്കെ ഉണ്ട്. എന്നാൽ നമ്മുടെ യാത്രയ്ക്ക് തടസ്സമാവുന്ന രീതിയിലുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടില്ല. സിൻ വാലി റിസർവോയറിൽ കുറേ ഫോട്ടോ പോയിൻറ്റ്സ് ഉണ്ട്. ഇവിടെ നമുക്ക് നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാം. ചില സമയത്ത് അവർ 3 ലാറി 5 ലാറി എന്നൊക്കെ പറഞ്ഞിട്ട് ചാർജ് ചെയ്യുന്നുണ്ട്. ഇന്നെന്തോ മഴ ആയതുകൊണ്ടാണ് തോന്നുന്നു അവർ വേറെ പേയ്മെൻ്റ് ഒന്നും ആരുടെ അടുത്തൊന്നും വാങ്ങണം കണ്ടില്ല. ഇവിടെ ഒരുപാട് ഷോപ്പുകളൊക്കെ ഉണ്ട്. വിൻ്റർ സീസൺ ആയതുകൊണ്ട് തന്നെ നല്ല തണുപ്പാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വിൻ്റർ ജാക്കറ്റ്സ്, ഗ്ലൗസ്, വിൻ്റർ ബൂട്ട്സൊക്കെ അത്യാവശ്യമാണ്. അതുകൊണ്ട് അത് വിൽക്കുന്ന ഒരുപാട് ഷോപ്പുകൾ ഇവിടെ കണ്ടു. നമ്മൾ UAE പ്രൈസ് വെച്ച് നോക്കുമ്പോൾ ഇവിടെ കമ്പാരിറ്റീവ്ലി കുറവാണ്. പക്ഷേ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് അറിയില്ല. പക്ഷേ ഇഷ്ടംപോലെ ആൾക്കാർ ഇവിടെ നിന്നിട്ട് സ്നോ ബൂട്ടും അതുപോലെ വിൻ്റർ ജാക്കറ്റ്സൊക്കെ വാങ്ങുന്നത് കണ്ടു. പിന്നെ നമുക്ക് സുവനിയർ ഇവിടെ അവൈലബിൾ ആണ്. സിൻ വാലി റിസർവോയർ എന്ന് പറഞ്ഞാൽ 1985 ഉണ്ടാക്കിയ ഒരു മാൻമെയ്ഡ് ലേക്കാണ്. ഈ കാണുന്ന കൗക്കാസസ് മൗണ്ടൻ്റെ ഇടയിലുള്ള ഈ അരാഗ്വി റിവറിൽ ആർട്ടിഫിഷ്യലായിട്ടുണ്ടാക്കിയ ഒരു ലേക്കാണ് സിൻ വാലി റിസർവോയർ. ഇവിടെ സ്വിമ്മിങ്ങും ബോട്ടിങ്ങും ഒന്നും ഇല്ല. വേറൊന്നുമല്ല, ഇവിടുത്തെ വെള്ളമാണ് ടിബിൽസി സിറ്റിയിൽ ഡ്രിങ്കിങ് പർപ്പസിനായിട്ട് അവർ യൂസ് ചെയ്യുന്നത്. കുറച്ചു നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങളുടെ അടുത്ത സ്പോട്ടായ അനനൂരി ഫോർട്ടേഴ്സിലോട്ട് പോവാണ്. നമുക്ക് പോകുന്ന വഴി തന്നെയാണ് അനനൂരി ഫോർട്ടേഴ്സ്.
ഫോർട്ടസിൽ എല്ലാ ടൂറിസ്റ്റ് സ്പോട്ട് പോലെ ഇവിടെയും ചെറിയ ഒരു പാർക്കിംഗ് ഫീ ഉണ്ട്. പാർക്കിംഗ് ഫീ 3 ലാറിയാണ് അവർ ചാർജ് ചെയ്യുന്നുള്ളൂ. ഇവിടെ നമ്മൾ കാർ പാർക്ക് ചെയ്തതിനു ശേഷം നമുക്ക് ഫോർട്ടസിലോട്ട് പോകാം. ജോർജിയൻ ഹിസ്റ്ററിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലം കൂടിയാണ് ഈ അനനൂരി ഫോർട്ടസ്. ഒരുപാട് യുദ്ധങ്ങളിൽ ഈ ഫോർട്ടസ് ഭാഗമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് കേടുപാടുകൾ ഈ ഫോർട്ടസിന് സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ അവർ കുറേ മെയിൻ്റനൻസ് ഒക്കെ നടത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കയറണമെങ്കിൽ പ്രത്യേകിച്ച് ഡ്രസ് കോഡൊക്കെ ഉണ്ട്. ഡ്രസ് കോഡ് പറഞ്ഞാൽ മാന്യമായിട്ട് ഡ്രസ് ചെയ്ത് ആർക്കും ഉള്ളിലോട്ട് കയറാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ പ്രധാനമായിട്ട് ഒരു ചർച്ചാണുള്ളത്. പിന്നെ ഈ ഫോർട്ടസ് ഇത്ര പുരാതനമായ ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ അതിൻ്റേതായ ഒരു ഭംഗി നമുക്കിവിടെ കാണാൻ പറ്റും. ഈ അനനൂരി ഫോർട്ടസിനെ കുറിച്ച് കൂടുതൽ അറിയുന്നവർക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ അതിൻ്റെ ഹിസ്റ്ററി അറിയാൻ പറ്റും. പിന്നെ ഇവിടെയാണ് ഇവിടുത്തെ ചർച്ച് ഉള്ളത്. ചർച്ച് എന്തായാലും ഞങ്ങൾ വീഡിയോയിൽ കാണിക്കണില്ല. അപ്പോൾ നമ്മളെന്തായാലും കുറച്ച് നേരം ഇവിടെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് ടൈം സ്പെൻഡ് ചെയ്തതിനു ശേഷം ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ അടുത്ത സ്പോട്ടായ റഷ്യൻ ജോർജിയൻ ഫ്രണ്ട്ഷിപ്പ് മോണുമെൻ്റാണ് നമ്മുടെ അടുത്ത സ്പോട്ട്. അത് നമ്മൾ ഉദയഗിരി കഴിഞ്ഞിട്ടാണ് അത് വരിക. അപ്പോൾ എന്തായാലും അങ്ങോട്ട് കുറച്ച് ദൂരമുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം എന്നുള്ളൊരു തീരുമാനത്തിൽ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി.
ഫോർട്ടസിൻ്റെ അവിടെയും സിൻവാലി റിസർവോയറിൻ്റെ അവിടെയൊക്കെ ഒരു മൂടിക്കെട്ടിയ കാലാവസ്ഥയായിരുന്നു. പക്ഷെ കുറച്ച് ദൂരം ഡ്രൈവ് ചെയ്തതിന് ശേഷം നമ്മുടെ ക്ലൈമറ്റ് എല്ലാം മാറി നല്ല പ്ലസൻറ്റ് ക്ലൈമറ്റായി. അത് നിങ്ങൾക്കിപ്പോൾ വീഡിയോയിൽ നോക്കിയാൽ കാണാം. രണ്ട് സൈഡും ചെറുതായിട്ട് മഞ്ഞൊക്കെ കാണാൻ തുടങ്ങി. ടിബിൽസിന്ന് ഗുദോരിക്ക് എത്തുന്നവരെയുള്ള ഡീറ്റെയിൽ ഡ്രൈവിംഗ് ടൂർ പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കാണാത്തവരാണെങ്കിൽ ഒന്ന് പോയി കാണണം. വളരെ മനോഹരമായ ഒരു ഡ്രൈവിംഗ് ടൂറാണ്. നോക്കിയത് കാണാം, രണ്ട് സൈഡും ഫുള്ള് സ്നോ ആണ്. അതുപോലെ ഇവിടുത്തെ ചെടികളിലും വരുന്ന കാറുകളിൽ വരെ സ്നോ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു കാഴ്ച കാണണമെങ്കിൽ ഈ വിൻ്റർ ടൈമിൽ തന്നെ വരണം. വിൻ്റർ ടൈം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വന്നിരിക്കുന്ന ഒരു മാർച്ചിലാണ്, മാർച്ച് എൻഡിലാണ്. വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് ടൈം എടുത്തതെന്നുള്ളൂ. പക്ഷേ ഈ ടൈമിൽ വരുന്ന എന്തുകൊണ്ടും വേർത്താണ്. കാരണം ഇത്രയും സ്നോഫോളും അതുപോലെ ഇതുപോലെ സ്നോ ഉള്ള ഏരിയയിലേക്കൂടെ ഡ്രൈവ് ചെയ്ത് പോകുക എന്ന് പറഞ്ഞാൽ അതൊക്കെ നമ്മുടെ ലൈഫിൽ അപൂർവമായിട്ട് കിട്ടുന്ന കുറച്ച് നിമിഷങ്ങളാണ്. എന്തായാലും ഞങ്ങൾ നല്ലവണ്ണം എൻജോയ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഗുദോരി എത്തിയിട്ടുണ്ട്. ഗുദോരി എത്തിയപ്പോൾ നിങ്ങൾക്ക് കാണാം ഇഷ്ടംപോലെ ഹോട്ടൽസും അതുപോലെ ചെറിയ ചെറിയ ഷോപ്പുകളും റെസ്റ്റോറൻറ്റ്, പെട്രോൾ പമ്പ്, അങ്ങനത്തെ കോഫി ഷോപ്പ്, അങ്ങനെ ഇഷ്ടംപോലെ നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സ്റ്റേ ചെയ്യണമെങ്കിൽ booking.com അഗോഡ വഴിയൊക്കെ നിങ്ങൾക്ക് റൂം നേരത്തെ ബുക്ക് ചെയ്യുകയാണെങ്കിൽ ചീപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. കേബിൾ കാർ ഉണ്ട്, അതുപോലെ സ്കീയിങ് ഉണ്ട്. അപ്പോൾ അങ്ങനെ കുറേ ആക്ടിവിറ്റീസുകളുണ്ട്. നിങ്ങൾക്ക് ഇവിടെ ഒരു ദിവസം വേണമെങ്കിൽ സ്റ്റേ ചെയ്തിട്ട് അതൊക്കെ എൻജോയ് ചെയ്യാം. ഞങ്ങളെന്തായാലും കസ്ബേഗിലോട്ടാണ് ഞങ്ങളുടെ ട്രിപ്പ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ അവിടെ എന്തായാലും ഒരു റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ നല്ല സ്നോഫോൾ കാണിക്കുന്നുണ്ട്. സ്നോഫോൾ കാണിച്ചുകൊണ്ട് തന്നെ ഞങ്ങളുടെ മാപ്പിൽ കസ്ബേഗിക്കുള്ള റോഡ് ക്ലോസ്ഡ് എന്ന് കാണിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് പോയി നോക്കാം. ചില സമയത്ത് ഇവിടെ സ്നോ അവലാഞ്ചി വരുമ്പോൾ ഇവർ റോഡ് ക്ലോസ് ചെയ്യാറുണ്ട്. അങ്ങനെയുള്ള ടൈമിൽ നമ്മളെ ഇവരപ്പുറത്തേക്ക് കടത്തി വിടാറില്ല. എന്തായാലും നമ്മുടെ അടുത്ത പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ജോർജിയ റഷ്യൻ ഫ്രണ്ട്ഷിപ്പ് മോണുമെൻ്റ് ആണ്. ഈ കാണുന്ന ഹവേലി റെസ്റ്റോറൻറ്റിൻ്റെ അവിടെ നിന്ന് നേരെ പോയ കസ്ബേക്ക് കിട്ടും. ഇവിടുന്ന് റൈറ്റ് എടുത്താൽ നമുക്ക് ഗുദോരി സ്കീ റിസോർട്ട്. പക്ഷെ നമ്മൾ കസ്ബേഗിലോട്ടാണ് നമ്മുടെ പ്ലാന്. അപ്പോൾ നമ്മൾ കസ്ബേഗിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ കുറച്ച് അങ്ങോട്ട് എത്തിയപ്പോൾ തന്നെ റോഡ് ക്ലോസ്ഡ് ആണ്.
പോലീസ് അവിടെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്, നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റിയില്ല. അപ്പോൾ എന്തായാലും നമ്മൾ ഫുഡ് കഴിച്ചിട്ടില്ല, വിശക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഫുഡ് കഴിക്കുക എന്നുള്ളൊരു തീരുമാനത്തിലെത്തി. അപ്പോൾ ഇവിടെ ഒരു ഹവേലി പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്. നല്ല റെസ്റ്റോറൻ്റാണ്, പുറത്തും നല്ല ആംബിയൻസും ഉള്ളിലും നല്ല ആംബിയൻസാണ്. ഫുഡും മോശമില്ല, നല്ല ഫുഡായിരുന്നു. പ്രൈസ് ഏതൊരു ടൂറിസ്റ്റ് സ്പോട്ടിലും ഉണ്ടാവുന്ന പോലെ പ്രൈസ് ഹൈ തന്നെയാണ്. പിന്നെ പൊതുവേ ജോർജിയയിൽ ഇന്ത്യൻ ഫുഡിന് നല്ല പ്രൈസ് ഉണ്ട്. ഇവിടുത്തെ ലോക്കൽ ഫുഡിനാണ് പിന്നെയും കുറവുള്ളത്. വേലി പറഞ്ഞ ഹോട്ടലിൻ്റെ അടുത്ത് തന്നെയാണ് ഇവിടുത്തെ സ്കീ റിസോർട്ട് ഉള്ളത്. കേബിൾ കാർ ആക്ടിവിറ്റീസൊക്കെ ഉള്ള സ്കീ റിസോർട്ട്. നമ്മളിവിടെ ഹോട്ടലിൽ അന്വേഷിച്ചപ്പോൾ പറഞ്ഞു കഴിഞ്ഞ 2-3 ദിവസമായിട്ട് നല്ല സ്നോഫോളാണ്. അപ്പോൾ സ്നോ അവലാഞ്ചി കാരണം കസ്ബേഗിലോട്ട് റോഡ് ക്ലോസ്ഡ് ആണ്. നമുക്ക് കസ്ബേഗി മാത്രമല്ല മിസ്സായത്, ജോർജിയ, റഷ്യ ഫ്രണ്ട്ഷിപ്പ് മോണുമെൻറ്റ് കൂടി മിസ്സായി. കാരണം ഇവിടെ നിന്ന് അങ്ങോട്ട് ക്ലോസ് ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നമ്മുടെ കസ്ബേഗിത്തെ റൂം വിളിച്ച് ക്യാൻസൽ ചെയ്ത് നമ്മൾ booking.com വഴി ഇവിടെ ഗുദോരിയിൽ ഒരു റൂം ബുക്ക് ചെയ്ത് അപ്പോൾ നമുക്ക് ഇനി അങ്ങോട്ട് പോവാം. നമ്മൾ റൂം ബുക്ക് ചെയ്തത് അലോഫ്റ്റ് ഹോട്ടൽ അപ്പാർട്ട്മെൻറ്റ്സിലാണ്. ഇവിടെ ഇഷ്ടംപോലെ അപ്പാർട്ട്മെൻറ്റുകളാണ്. സ്റ്റുഡിയോ ഉണ്ട്, 1 ബെഡ്റൂം ഉണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ആൾക്കാരുടെ എണ്ണം അനുസരിച്ചിട്ട് നമുക്ക് ഏത് വേണമെങ്കിൽ ചൂസ് ചെയ്യാം. ഞങ്ങളിപ്പോൾ 4 പേരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരു സ്റ്റുഡിയോ ഫ്ലാറ്റാണ് നമ്മൾ ചൂസ് ചെയ്തത്. ഇവരിവിടെ ഒരു ഡബിൾ ബെഡും ഉണ്ട്, പിന്നെ ഒരു എക്സ്ട്രാ ഡേ ബെഡും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ കിച്ചൺ ഫെസിലിറ്റീസ് ഉണ്ട്. ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. ഇവിടെ പാർക്ക് ചെയ്ത കാറിന് മുകളിലെല്ലാം സ്നോ കവേർഡ് ആയിട്ടുള്ളത് കാണാം. സ്കീ റിസോർട്ടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ബിൽഡിംഗ് ആണിത്. എന്തായാലും നമ്മൾ ഇവിടെ നിന്ന് സാധനങ്ങളൊക്കെ വെച്ചതിന് ശേഷം പുറത്ത് പോയിട്ട് കുറച്ച് ജ്യൂസും സ്നാക്സൊക്കെ വാങ്ങാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ പുറത്ത് പോയി. ഇവിടെ ജോർജിയയിൽ എല്ലായിടത്തും കാണുന്ന ഒരു സൂപ്പർ മാർക്കറ്റാണ് ഈ സ്പാർ എന്ന് പറഞ്ഞ സൂപ്പർ മാർക്കറ്റ്. ഇവിടെ നമുക്ക് ഒരുവിധം എല്ലാ ഐറ്റംസും കിട്ടും. ഇവിടെ പിന്നെ അസർബൈജാൻ പോലെയല്ല, സാധനങ്ങൾക്കൊക്കെ ഇംഗ്ലീഷിൽ പേരെഴുതി വെച്ചിട്ടുണ്ട്. അസർബൈജാനിൽ പോയപ്പോൾ നമുക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് കണ്ടു. നമ്മൾ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് വഴിയാണ് പല സാധനങ്ങളുടെ പേരും നമ്മൾ കണ്ടുപിടിച്ചത്. സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനാണ് പോയത്. ജോർജിയയിൽ ടിബിൽസിയിലുള്ള പോലെ തന്നെ ഇവിടെയും ഒരു ലഞ്ച് ബോക്സ് റെസ്റ്റോറൻ്റ് ഉണ്ട്. അവരുടെ ഒരു ബ്രാഞ്ചാണെന്നാണ് പറഞ്ഞത്. ഇവിടെ പോയിട്ട് നമ്മൾ എന്തായാലും ഇന്ത്യൻ ഫുഡല്ല ട്രൈ ചെയ്തത്. ഇവിടുത്തെ ട്രഡീഷണൽ ഫുഡായ കിൻകാലിയും കച്ചാപ്പൂരിയാണ് നമ്മൾ ട്രൈ ചെയ്തത്. കിൻകാലി തന്നെ പല ഫ്ലേവേഴ്സ് ഉണ്ട്. ബീഫ് ഉണ്ട്, അതുപോലെ പൊട്ടറ്റോൻ്റെ വെജിറ്റബിൾ മിക്സ് ആയിട്ട് പോർക്ക്, ഇതൊക്കെ ഫില്ലിംഗ് ആയിട്ടുള്ള കിൻകാലീസ് ഉണ്ട്. നമ്മളെന്തായാലും ബീഫ് കിൻകാലിയാണ് ഓർഡർ ചെയ്തത്. പിന്നെ നമ്മളൊരു കച്ചാപ്പൂരിയും ഓർഡർ ചെയ്തു. ഇതെങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. ഞങ്ങൾക്ക് എന്തായാലും പേഴ്സണലായിട്ട് അത്ര ഇഷ്ടപ്പെട്ടില്ല. എന്നാലും ഓക്കെ, വൺസ് ഇൻ എ ടൈം ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിഷ് തന്നെയാണ്. ഫുഡൊക്കെ കഴിച്ച് നമ്മൾ തിരിച്ച് ഹോട്ടലിലോട്ടെത്തി. നമ്മുടെ ഹോട്ടലിൻ്റെ ബാക്ക് സൈഡിലുള്ള ഒരു വ്യൂ ആണിത്. ഇവിടെ ഒരു ചാലറ്റ് പറഞ്ഞിട്ട് റെസ്റ്റോറൻ്റ് ഉണ്ട്. നമ്മുടെ ഈ ചാലറ്റ് പറഞ്ഞ റെസ്റ്റോറൻറ്റ് നേരെ ഓപ്പോസിറ്റായിട്ടാണ് ഇവിടുത്തെ സ്കീ റിസോർട്ട് ഉള്ളത്. ഇവിടുത്തെ നൈറ്റത്തെ വൈബാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫുള്ള് സ്നോ കവേർഡും അതുപോലെ നല്ല സ്നോഫോളും ഉണ്ട്. എന്തായാലും നല്ല ഫോട്ടോസും വീഡിയോസും എടുക്കാൻ പറ്റിയൊരു സ്പോട്ടാണ്. ഇനി ഇവിടുത്തെ മോർണിംഗ് വൈബ് നിങ്ങൾക്ക് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. സ്ബേക്ക് പോകാൻ പറ്റാത്തതിലൊരു വിഷമമുണ്ടെങ്കിലും ഇപ്പോൾ ഈ ഹോട്ടലിൽ റൂം ബുക്ക് ചെയ്തതിൽ ഞങ്ങൾ വളരെ ഹാപ്പിയാണ്. കാരണം മെയിൻ ആക്ടിവിറ്റി ഏരിയാസിൻ്റെ അടുത്താണ് നമ്മുടെ ഈ ഹോട്ടലുള്ളത്.
എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടല്ലോ. അപ്പോൾ നമ്മുടെ ജോർജിയൻ ട്രിപ്പിലെ ബാക്കി വീഡിയോസ് കാണാത്തവരാണെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം. അതുപോലെ ഒരുപാട് ഷോർട്സ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, എല്ലാം നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ കാണാത്തവരാണെങ്കിൽ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.